വലിയ ആവേശമാണ് ജനങ്ങൾക്കിടയിൽ തന്നെ. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ ഇത്രത്തോളം ജനകീയമായിട്ടുള്ള ഒരു പങ്കാളിത്തം ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. അതിൻ്റെ ഒരു ആവേശം എല്ലായിടത്തും ഉണ്ട്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകൾ നമസ്കാരം ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നിറവേറ്റുന്ന രീതിയിൽ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് പര്യാപ്തമായിട്ടുള്ള ടീമാണ് നമ്മുടെ അധികാരമേൽക്കുന്നത്. തൃക്കരിപ്പൂരിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അവിടെ കോട്ട എന്നുള്ളതൊക്കെ നെറേറ്റീവായിരുന്നു, അവരുടെ ഫേക്ക് നെറേറ്റീവായിരുന്നു. ആ ഫേക്ക് നെറേറ്റീവിനെ തകർക്കാൻ സാധിക്കുമെന്ന പരിപൂർണമായിട്ടുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളത് തീർച്ചയായിട്ടും അത് ഗ്രൗണ്ടിൽ മൈക്രോ ലെവലിൽ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അവിടെ വിജയിച്ചത്. അല്ല, അത് സംബന്ധിച്ച് ക്യാബിനറ്റിൻ്റെ പ്രഖ്യാപനങ്ങൾ വരട്ടെ. തീർച്ചയായിട്ടും ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. കാരണം 10 വർഷക്കാലത്തെ ഒരു ദുരന്തപൂർണമായിട്ടുള്ള ഭരണത്തിന് ശേഷം ജനങ്ങൾ ഒട്ടേറെ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും സർക്കാരിന് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഒരു എക്കണോമിക് സ്റ്റാറ്റസ് എടുക്കേണ്ടതുണ്ട്. ഖജനാവിൽ എന്ത് ബാക്കിയുണ്ട് എന്നുള്ളതൊരു പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മികച്ച തീരുമാനങ്ങൾ ഉണ്ടാകും. നമ്മുടെ റവന്യൂ ജനറേഷന് വേണ്ടിയിട്ടുള്ള, എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വേണ്ടിയിട്ടുള്ള, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുള്ള പരിപൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്.